ഹലോ നമസ്കാരം. ഞാൻ അനീഷ് അബ്രഹാം. യുകെയിലെ ഒരു പട്ടണത്തിൽ നടന്ന ഒരു കഥ കേൾക്കൂ. ഒരു മലയാളി പയ്യൻ വീട് വാടകയ്ക്ക് എടുക്കാനായിട്ട് അന്വേഷിച്ച് വളരെയധികം ബുദ്ധിമുട്ടി. വീട് കിട്ടാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു പരസ്യം കാണുന്നു. വീട് വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഒരു പരസ്യം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരസ്യം വിട്ട ആളെ കോണ്ടാക്റ്റ് ചെയ്യുന്നു. അയാൾ വീടിൻ്റെ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഒരു അപ്പാർട്ട്മെൻറ്റാണ്. നേരിട്ട് വന്ന് കാണാനായിട്ട് ഒരു ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റിന് ഈ പയ്യൻ ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ ഹൗസ് ഓണറുടെ മെസ്സേജ് വരികയാണ്, എനിക്ക് നിന്നെ വന്നിട്ട് ഈ വീട് കാണിച്ചു തരാനുള്ള സൗകര്യം നിലവിലില്ലാത്തത് കൊണ്ട്, ഞാനിവിടെ സ്ഥലത്തില്ലാത്തത് നീ ഒരു കാര്യം ചെയ്യൂ, ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കീ സേഫ് ലോക്കറുണ്ട്, ആ ലോക്കറിൻ്റെ നമ്പർ ലോക്ക്ഡാണ്. ആ നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അത് ഓപ്പൺ ചെയ്യുക, അതിനകത്ത് കീ ഉണ്ട്, നീ അപ്പാർട്ട്മെൻറ്റ് കണ്ടിട്ട് കീ അവിടെ വെച്ച് ലോക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഈ പയ്യൻ ഇയാൾ പറഞ്ഞതുപോലെ തന്നെ കീ എടുത്തു. അപ്പാർട്ട്മെൻറ്റ് കാണുന്നു, ഇവന് ഇഷ്ടപ്പെടുന്നു. ഇവൻ ഈ ഹൗസ് ഓണർക്ക് മെസ്സേജ് വിടുന്നു, എനിക്ക് അപ്പാർട്ട്മെൻറ്റ് ഇഷ്ടപ്പെട്ടു, കിട്ടിയാൽ കൊള്ളാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. അയാൾ പറയുന്നു, ഓക്കെ, നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ഈ എഗ്രിമെൻറ്റ്, റെൻറ്റിൻ്റെ എഗ്രിമെൻറ്റ് ഞാൻ നിനക്ക് ഇമെയിലിൽ അയച്ചു തരാം, നീ അത് ഫില്ല് ചെയ്തിട്ട് എനിക്ക് ഡെപ്പോസിറ്റ് പൈസയും ഇതിൻ്റെ റെൻറ്റും, ഒരു മാസത്തെ റെൻറ്റും കൂടെ എനിക്ക് അയക്കാണമെന്ന് പറഞ്ഞു. അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഈ പയ്യൻ അത് പ്രകാരം തന്നെ റെൻ്റ് എഗ്രിമെൻ്റൊക്കെ എല്ലാം സൈൻ ചെയ്ത് അയക്കുന്നു. പൈസ അതുപോലെ തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, പൈസയും അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇയാൾ പറഞ്ഞ ഒരു മാസത്തിന് ശേഷമുള്ള ഡേറ്റ് ആണെന്ന് പറയുന്നു. ആ ഡേറ്റിന് ഇവൻ താമസിക്കാനായിട്ട് അവിടെ ചെല്ലുന്നു. ചെന്ന് കഴിയുമ്പോൾ ഈ നമ്പർ ലോക്ക് ഓപ്പൺ ആകുന്നില്ല, ഈ കീ ഇവൻ എടുക്കാൻ കഴിയുന്നില്ല. ഈ ഓണറെ കോണ്ടാക്ട് ചെയ്തിട്ട് ഓണറുടെ ഫോൺ സ്വിച്ച് ഓഫ്. അപ്പോഴാണ് ഈ പയ്യന് മനസ്സിലാകുന്നത് വലിയൊരു തട്ടിപ്പിൽ പോയെന്നുള്ളത്. ശരിക്കും ഈ അപ്പാർട്ട്മെൻറ്റ് ഇയാളുടെ അല്ലായിരുന്നു. ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആൾ എങ്ങനെയോ ഇത് ഈ നമ്പർ ലോക്കിൻ്റെ നമ്പർ ഇയാൾക്ക് അറിയാമായിരുന്നു, അത് വെച്ചുകൊണ്ട് കാണിച്ച ഒരു തട്ടിപ്പാണ്. ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ധാരാളം യുകെയിൽ നടക്കുന്നുണ്ട്. വീട് അന്വേഷിച്ച് നടക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം തട്ടിപ്പുകാരുടെ വലയിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കാനാണ് ഈ സംഭവം പറഞ്ഞത്. പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.